ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് രണ്ട് തരം സ്നാക്സ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതിന് വേണ്ടി ഒരു 3.5 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുത്ത്, അതുപോലെ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും, പിന്നെ അതിലേക്ക് കുറച്ച് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുത്തത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, പിന്നെ ഈസ്റ്റും പാലും ഇളം ചൂടുവെള്ളത്തിലിട്ട് അതൊന്ന് ആക്റ്റീവായതിനു ശേഷം അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇളം ചൂട് പാലൊഴിച്ചിട്ട് തന്നെ ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു 1.5-2 മണിക്കൂർ കഴിയുമ്പോൾ ഇതുപോലെ നന്നായി പൊന്തി വരും. ഇനിയിപ്പോൾ അതിന് ആവശ്യമുള്ള കുറച്ച് വെജ് എടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾ ഞാനിപ്പോൾ ഒരു ക്യാപ്സിക്കവും കാബേജും ക്യാരറ്റും കക്കിരിയൊക്കെയാണ് എടുത്തത്. അത് നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇതിന് വേണ്ടി അമ്മൂസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേവിച്ച കടല എടുത്ത് അതിലേക്ക് തൈനയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഒലിവ് ഓയിലൊക്കെ ചേർത്ത് അതൊന്ന് നന്നായി അടിച്ചെടുക്കുക. മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുക. നന്നായി ലൂസാക്കണ്ട, കുറച്ച് കട്ടിയിൽ തന്നെ ആക്കിയെടുത്താൽ മതി. ഇത് മയോണൈസ് ചേർക്കുന്നതിന് പകരം ഞാൻ അമ്മൂസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത വെജും പിന്നെ ഞാൻ കുറച്ച് ചിക്കനും എടുത്തിട്ടുണ്ട്. അത് ചിക്കൻ ഫ്രൈ ചെയ്ത് ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ട് അതും ഈ അമ്മൂസും ഒക്കെ ഈ വെജിലിട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ ഇനിയിപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച ആ മാവ് എടുത്തിട്ട് ഓരോന്നും ഇതുപോലെ പരത്തിയെടുക്കുക. അത് നമുക്ക് ഓരോന്ന് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ട് അത് ഗ്ലാസ് വെച്ച് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പം ഇതിലേക്ക് പിന്നെ നമുക്ക് ഇഷ്ടമില്ല മാവ് ഇട്ടുകൊടുത്ത് മസാല വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ സൈഡൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് ഓയിലിടുമ്പോൾ ഇളകി വരാതിരിക്കാനാണ്. അപ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അമ്മൂസ് ഷവർമയാണ്. ഇനി അതിൻ്റെ ബാക്കി മസാല വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്നാക്കിയെടുത്തതാണ്. ഒരു പിസ്സാൻ്റെ എല്ലാം ഷേപ്പിലാക്കിയെടുത്തതാണ്. ഇതുപോലെ ഒരു വലിയ മാവ് കുഴച്ച് പരത്തിയെടുത്തിട്ട് അതിലേക്ക് ഈ മസാല ഒക്കെ ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ വെച്ചുകൊടുത്ത് ഈ ചിക്കന് ഫ്രഞ്ച് ഫ്രൈസ് അതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനായിപ്പം ബാക്കി വന്ന മാവ് കൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. വളരെ എളുപ്പത്തിലാക്കാനും പറ്റും. അതുപോലെ നല്ല ടേസ്റ്റായൊരു പിസ്സ പോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ വേറൊരു മാവ് പരത്തിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി സൈഡൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇത് പാനിലാണ് ആക്കിയെടുക്കുന്നത്. ഓവനിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ പാനിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതൊന്ന് വെച്ച് ഒന്ന് ചെറിയ തീയിൽ നമുക്ക് പൊത്തി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചീസ് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ചൂടുള്ളതുകൊണ്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയായ സ്നാക്സാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ കുബൂസായാലും നമ്മൾ ബട്ടൂരി ആയാലും എല്ലാം ഇതേ മാവ് തന്നെയല്ല. അപ്പോൾ ബാക്കി മാവ് കൊണ്ട് ഞാൻ ഇതുപോലെ കുറച്ച് ബട്ടൂരിയും ആക്കിയതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.